നമസ്കാരം. ലോകരാജ്യങ്ങൾ ഒരുപോലെ നേരിടുന്ന പ്രശ്നമാണ് വായു മലിനീകരണം. മനുഷ്യർക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ പരിസ്ഥിതിക്കോ ഹാനികരമായ വസ്തുക്കളുടെ സാന്നിധ്യമാണ് വായു മലിനീകരണത്തിന് ഇടയാക്കുന്നത്. ഓസോൺ, നൈട്രജൻ ഓക്സൈഡുകൾ പോലെയുള്ള വാതകങ്ങളോ കാർബൺ നിക്ഷേപം, പൊടി തുടങ്ങിയ ചെറിയ കണികകളോ മലിനീകരണ വസ്തുക്കളാകാം. കാട്ടുതീ, പൊടിക്കാറ്റ്, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്നിവയാണ് വായു മലിനീകരണത്തിൻ്റെ സ്വാഭാവിക ഉറവിടങ്ങൾ. ലോകത്തിലെ വായു മലിനീകരണത്തിൻ്റെ ഭൂരിഭാഗവും വ്യവസായം, നിർമ്മാണം, ഗതാഗതം, ചൂടാക്കൽ എന്നിവയ്ക്കായി ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നതിലൂടെയാണ്. നഗരങ്ങളിൽ വായു മലിനീകരണ തോത് ഉയർത്തുന്നത് തീർച്ചയായും വാഹനങ്ങളുടെ സാന്നിധ്യമാണ് എന്ന് നമുക്കറിയാം. അതിനൊരു പരിഹാരമായി നിലവിൽ കണക്കാക്കുന്നത് ഇലക്ട്രിക് വാഹനങ്ങളാണ്. പരിസ്ഥിതി സൗഹാർദ്ദമായി പൊതുഗതാഗതം നടപ്പാക്കുക എന്ന ആശയത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് തീർച്ചയായും ഇലക്ട്രിക് വാഹനങ്ങളാണ്. ചിലവ് അല്പം കൂടുമെങ്കിലും പരിസ്ഥിതിക്ക് ദോഷം വരാതെ ഗതാഗതം സാധ്യമാക്കുവാൻ ഇലക്ട്രിക് വാഹനങ്ങളിലൂടെ കഴിയും. ഇപ്പോഴത്തെ രാജ്യത്തെ പ്രധാന നഗരങ്ങളിലേക്ക് ഇലക്ട്രിക് ബസ്സുകൾ എത്തിക്കുന്ന പ്രധാനമന്ത്രി ഇ-ഡ്രൈവ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികൾക്കായി കേന്ദ്ര ഉരുക്ക് ഖന വ്യവസായ മന്ത്രി HD കുമാരസ്വാമി ദില്ലിയിൽ യോഗം ചേർന്നു. 10,900 കോടി ചിലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പൊതുഗതാഗതം വൈദ്യുതീകരിക്കുന്നതിനുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ-ഡ്രൈവ് പദ്ധതി. 2026 മാർച്ചിനുള്ളിൽ രാജ്യത്തുടനീളം 14,028 ഇലക്ട്രിക് ബസ്സുകൾ വിന്യസിക്കുവാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ബംഗളൂരുവിലേക്ക് 4,500, ഹൈദരാബാദിലേക്ക് 2,000, ദില്ലിയിലേക്ക് 2,800, അഹമ്മദാബാദിലേക്ക് 1,000, സൂറത്തിലേക്ക് 600 ഇലക്ട്രിക് ബസ്സുകൾ അനുവദിക്കുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. പൊതുഗതാഗത അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുന്നതിനോടൊപ്പം കാർബൺ ഉദ്വമനം കുറയ്ക്കുന്നതിനും കൂടിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമാണ് PM ഇ-ഡ്രൈവ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.